രമൺദീപ് സിംഗിനൊപ്പം ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ പിച്ചിലേക്ക് നടന്നെടുക്കുന്നത് കണ്ടപ്പോൾ വെസ്റ്റേൺ പാർക്ക് ഗാലറിയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ ആരാധകർ ഒന്നടങ്കം അത്ഭുതം കൂടി. അവർ അന്വേഷിച്ചത് വൈഭവ് സൂര്യവംശിയാണ്. TV സ്ക്രീനുകളിൽ അപ്പോൾ ആ 14-കാരൻ്റെ മുഖം തെളിഞ്ഞു. ഇന്ത്യൻ ഇന്നിംഗ്സിലെ ആദ്യ ഓവറിൽ ഇന്നലെ ആ മൈതാനത്ത് പറഞ്ഞത് എത്ര റൺസാണെന്നോ? 19. 2 തവണ പന്ത് നിലം തൊടാതെ അതിർത്തി കടന്നു. പിന്നെ ഒരു 4ഉം ഡബിളും. ബൗണ്ടറി റോപ്പിലേക്ക് മാത്രം നോക്കി ബാറ്റ് വീശുന്ന ഒരാൾ ഈ സംഘത്തിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നുപോയോ സാർ? 4 ഓവർ തികച്ചവൻ ഇന്നലെ ക്രീസിൽ നിന്നിട്ടില്ല. എന്നാൽ അതിനുള്ളിൽ സ്കോർ ബോർഡിൽ 38 റൺസ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരിട്ടത് 15 പന്തുകൾ, പറത്തിയത് 4 സിക്സറുകളും 2 4ഉം, ബാറ്റ് വീശിയത് 253 സ്ട്രൈക്ക് റേറ്റിൽ. ഇന്ത്യൻ സംഘത്തിലെ എന്നല്ല, ടൂർണമെന്റിലെ തന്നെ ടോപ്പ് സ്കോറാണവൻ. ഇന്ത്യൻ നിരയിൽ 200-ന് മുകളിൽ സ്കോർ ചെയ്ത ഒരേ ഒരാൾ. ടീമിൽ രണ്ടാമതുള്ള നമൻധീറിന്റെ സംഭാവന എത്രയെന്നു? 106 റൺസ്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഏക പ്രോപ്പർ ഇൻഫോം ബാറ്റർ ആരാണെന്ന് ബോധ്യപ്പെടാൻ ഇതിൽ പരം കണക്കുകൾ നിരത്തേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ജിതേഷ് ശർമ്മ എന്ന ക്യാപ്റ്റൻ വിശ്വസിച്ചത് അനുഭവ സമ്പത്തിലാണ്. അയാൾ ടീമിന്റെ ഭാരം മുഴുവൻ ഒറ്റക്ക് തോളിലേറ്റി ക്രീസിലെത്തി. റിപ്പോർട്ട് മോഡൽ എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ ക്ലീൻ ബൗൾഡ്. 2 വിക്കറ്റും 6 പന്തും മാത്രമാണ് കയ്യിലുള്ളത്. എക്സ്പീരിയൻസ് ഏറെയുള്ള ജിതേഷ് ഒരു റിവേഴ്സ് ലാപ്പിനായാണ് ആദ്യമേ ശ്രമിച്ചത് എന്നോർക്കണം. മൊണ്ടാളിന്റെ പെർഫെക്റ്റ് യോക്കർ ഇന്ത്യൻ നായകന്റെ കടപുടക്കുന്നു. 5 പന്ത് ബാക്കിയുണ്ട്. ഉറപ്പായും അടുത്തതായി ക്രീസിലെത്തുക വൈഭവായിരിക്കും. അല്ല, ഇക്കുറി അശുതോഷ് ശർമ്മയാണ് ഡഗൌട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. നേരിട്ട് ആദ്യ പന്ത് തന്നെ അടിച്ചുയർത്താനുള്ള അശുതോഷിന്റെ ശ്രമം. പന്ത് എക്സ്ട്രാ കവറിൽ നിന്നിരുന്ന സവാദ് അബ്രാറിന്റെ കൈകളിൽ ഭദ്രമായി വിശ്രമിക്കുന്നു. വൈഭവ് ബെഞ്ചിലപ്പോൾ നിസ്സഹായനായി ഇരിപ്പുണ്ട്. സൂപ്പർ ഓവറിൽ ഒറ്റ റൺ പോലും സ്കോർ ചെയ്യാനാകാതെ ഇന്ത്യൻ താരങ്ങൾ മടങ്ങുന്നു. മറുപടി ബാറ്റിംഗിൽ ആദ്യ പന്തിൽ തന്നെ സുയാഷ് ശർമ്മ യാസിർ അലിയെ പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ അടുത്ത പന്ത് വൈഡിട്ട് നൽകി അയാൾ തന്നെ ബംഗ്ലാദേശിന് കലാശപ്പോരിലേക്ക് വഴി കാണിച്ചു കൊടുത്തു. സൂപ്പർ ഓവറിൽ ഇന്ത്യ സമ്പൂജരായി കൂടാരം കയറുമ്പോൾ രാഹുൽ ദ്രാവിഡിനെ ഓർമ്മിപ്പിക്കും വിധം ഇന്ത്യൻ കോച്ച് സുനിൽ ജോഷി തന്റെ ഡയറിയിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നുണ്ടായിരുന്നു. കമന്ററി ബോക്സിൽ ഉണ്ടായിരുന്ന മുൻ ഇന്ത്യൻ താരം മനീന്ദർ സിംഗ് ജോഷിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സുനിൽ ജോഷി എന്താണ് ഈ എഴുതിക്കൂട്ടുന്നത്? എല്ലാം തീർന്നെന്ന് അയാളോടൊന്ന് പറയൂ. വൈഭവിനെ ബാറ്റിങ്ങിന് അയക്കാതെ അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? മനീന്ദർ ചോദിച്ചു വാങ്ങിയതാണോ ഇന്ത്യക്ക് തോൽവി? സൂപ്പർ ഓവറിൽ വൈഭവിനെ ഇറക്കാതിരുന്നതിന് കാരണങ്ങൾ ഏറെ പറയാനുണ്ട് ജിതേഷിന്. പവർ പ്ലേയിൽ വൈഭവും പ്രിയാൻചാരിയും മികച്ചവരാണ് എന്ന് എനിക്കറിയാം. എന്നാൽ ഡെത്ത് ഓവറുകളിൽ വലിയ ഷോട്ടുകൾ കളിക്കാൻ എനിക്കും അശുതോഷിനും രമൺദീപിനും കഴിയും. അതിനാൽ തന്നെ സൂപ്പർ ഓവറിൽ ആരാണ് ഇറങ്ങേണ്ടത് എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അന്തിമ തീരുമാനമെടുത്ത് ഞാൻ തന്നെയാണ്. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തവും ഞാൻ ഏറ്റെടുക്കുന്നു. ഒരു സീനിയർ എന്ന നിലക്ക് ഞാൻ ആ കളി ഫിനിഷ് ചെയ്യണമായിരുന്നു, ജിതേഷ് പറഞ്ഞു വെച്ചു. എന്തായാലും കളി ഫിനിഷ് ചെയ്തത് ജിതേഷ് തന്നെ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ പരിഹാസം. ഇന്ത്യ ബംഗ്ലാദേശ് സെമി പോരാട്ടം ഒരു വേള സൂപ്പർ ഓവറിലേക്ക് പോലും നീളിലായിരുന്നു. ഇന്ത്യൻ ഇന്നിംഗ്സിലെ അവസാന പന്തിൽ ബംഗ്ലാദേശ് വിക്കറ്റ് കീപ്പർ ഒരു സുവർണാവസരം പാഴാക്കിയതാണ് കളിയുടെ ഗതി മാറ്റിയത്. എന്നാൽ വീണ് കിട്ടിയ അവസരവും മുതലാക്കാൻ ഇന്ത്യൻ താരങ്ങൾക്കായില്ല. അതേസമയം ചേസിന്റെ സമയത്ത് അവസാന ഓവറുകളിൽ യുവതാരങ്ങൾ സമ്മർദ്ദത്തിൽ വീണുപോയത് എടുത്തു പറയുന്നുണ്ട് ക്യാപ്റ്റൻ ജിതേഷ്. ഇനി ഇന്ത്യൻ 11 നോക്കൂ. വൈഭവ് സൂര്യവംശി, പ്രിയാൻചാര്യ, നമൻധീർ, ജിതേഷ് ശർമ്മ, നെഹാൽ വധേര, രമൺദീപ് സിംഗ്, അശുതോഷ് ശർമ്മ, ഹർഷ് ദുബെ, ഗുർജപ്നീത് സിംഗ്, വിജയ് കുമാർ വൈശാഖ്, സുയാഷ് ശർമ്മ. ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 11 ഏതാണെന്ന് ചോദിച്ചാൽ അർത്ഥശങ്കക്കടിയില്ലാതെ ആരാധകർ ഇന്ത്യൻ സ്ക്വാഡ് ചൂണ്ടിക്കാണിച്ചു തരും. എല്ലാം സുപരിചിതമായ പേരുകൾ. നിരന്നു നിൽക്കുന്നത് IPL നിറഞ്ഞു കളിക്കാറുള്ള ഒരുപറ്റം പ്രതിഭകൾ. എന്നിട്ടും കലാശപ്പോരിൽ പോലും എത്താതെ മടങ്ങുന്നു. കളിച്ച 4-ൽ 2 മത്സരങ്ങൾ തോൽക്കുന്നു. ഒമാനും UAEക്കുമെതിരെ മാത്രമാണ് ഇന്ത്യൻ സംഘം ഏഷ്യ കപ്പിൽ ജയിച്ചത്. പാകിസ്ഥാനോടും ബംഗ്ലാദേശിനോടും നാണം കെട്ട തോൽവികൾ. 4 മത്സരങ്ങളിൽ 2 പേരാണ് ഇന്ത്യൻ നിരയിൽ 3 അക്കം തൊട്ടത്, വൈഭവും നമൻധീറും. ഇനി വൈഭവിന്റെ കണക്കുകൾ നോക്കൂ. 239 റൺസാണ് വൈഭവ് ടൂർണമെന്റിൽ ആകെ അടിച്ചെടുത്തത്. 243 സ്ട്രൈക്ക് റേറ്റ്, 59 ബാറ്റിംഗ് ആവറേജ്, ഹയസ്റ്റ് സ്കോർ 144. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പറന്നത് അയാളുടെ ബാറ്റിൽ നിന്നാണ്. UAEക്കെതിരെ സെഞ്ചുറി കുറിച്ച വൈഭവ് പാകിസ്ഥാനെതിരെ 28 പന്തിൽ 45 റൺസ് അടിച്ചെടുത്തു. തോറ്റ ആ കളിയിലും വൈഭവായിരുന്നു ഇന്ത്യൻ നിരയിലെ ടോപ്പ് സ്കോറർ. ബംഗ്ലാദേശിനെതിരെ 38. ഒമാനെതിരെ മാത്രമാണ് അയാൾക്ക് തിളങ്ങാനാവാതിരുന്നത്. ആദ്യ മത്സരത്തിൽ UAEക്കെതിരെ സെഞ്ചുറി കുറിച്ച് നിരവധി നാഴികക്കല്ലുകൾ വൈഭവ് പിന്നിട്ടിരുന്നു.
ഇന്ത്യ എ ടീമിനായി ഒരു T20 മത്സരത്തിൽ ആദ്യമായാണ് ഒരാൾ സെഞ്ചുറി കുറിക്കുന്നത്. ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി. T20 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന 4ാമത്തെ സ്കോർ. സീനിയർ ലെവലിൽ ഇന്ത്യക്കായി സെഞ്ചുറി കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അങ്ങനെ T20 ക്രിക്കറ്റിൽ വൈഭവിൻ്റെ 2ാമത്തെ സെഞ്ചുറിയാണ് UAEക്കെതിരെ പറഞ്ഞത്. യൂത്ത് ഏകദിന ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി. യൂത്ത് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം തുടങ്ങി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ക്രിക്കറ്റ് ലോകത്ത് വൈഭവ് പിന്നിട്ട നാഴികക്കല്ലുകൾ നിരവധിയാണ്. ബ്രിസ്ബനിൽ വെച്ച് ഓസീസിനെതിരെ ആഴ്ചകൾക്ക് മുമ്പ് യൂത്ത് ടെസ്റ്റിലും സെഞ്ചുറി കുറിച്ചു. ഏഷ്യ കപ്പിലും അയാൾ തൻ്റെ ഫോം തുടരുകയായിരുന്നു. ക്രിക്കറ്റിൻ്റെ മുഴുവൻ ഫോർമാറ്റിലും കൺസിസ്റ്റൻ്റായാണ് വൈഭവിൻ്റെ പടയോട്ടങ്ങൾ. ഇത് തുടർന്നാൽ അധികം വൈകാതെ നമുക്കയാളെ ഇന്ത്യൻ ദേശീയ ടീമിലും കാണാനാകും.